കുഞ്ഞുമഞ്ചാട്ടാ ഒന്നിങ്ങോട്ട് നോക്കിയേ. ശോ, എന്താ ഭംഗി! നിങ്ങളുടെ കട്ടൻ വീശ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ശരിക്കും നിങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പോഴേ നിങ്ങളുടെ കട്ടൻ വീശ കാരണമാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. നിന്റെ ഭാഗ്യം, അല്ലാണ്ട് ഞാനെന്ത് പറയാനാ. ശരിയാ, വെള്ളടിയില്ല, സിഗരറ്റ് വലിയില്ല, ഇങ്ങനെ യാതൊരു ദുശ്ശീലില്ലാത്ത ഒരാളെ കിട്ടിയത് എൻ്റെ മഹാഭാഗ്യാണ്. ശരിക്കും നിങ്ങൾ ഇതുവരെ വെള്ളം അടിച്ചിട്ടില്ലേ? അത് എനിക്ക് തരാൻ തോന്നിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എന്തിനാ മനുഷ്യന്മാർ വെറുതെ നശിക്കണല്ലേ. ശരിക്കും നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. നിങ്ങൾ മറ്റുള്ളവർക്കൊരു മാതൃകയാണ്. ഇനി നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞേ. മനസ്സിലായില്ല. പെണ്ണ് കാണാൻ വന്ന് പെണ്ണ് ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ല, അത് പറ. അത് അന്ന് 1 മാസത്തെ ലീവിനല്ലേ ഞാൻ വന്നത്. ആദ്യത്തെ 5 ദിവസം മൂന്നാക്കാരന്മാർ കുറെ പെണ്ണുങ്ങളെ കൊണ്ട് കാണിച്ച്. ആ പെണ്ണുങ്ങൾക്കൊന്നും എന്നെ ഇഷ്ടമായില്ല. പിന്നെ നിന്നെ കണ്ടത്. നിനക്കാണ് എന്നെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ച് ഇഞ്ചി നിന്നെ തന്നെ കല്യാണം കഴിച്ച്. അല്ല, അങ്ങനെയാണ് എനിക്ക് നിന്നെ കിട്ടിയത്. ആഹാ, അന്ന് ഞാൻ വേറൊരു സത്യം പറയാം. നിങ്ങളുടെ ഈ കൊട്ടമീശ കണ്ടിട്ടൊന്നല്ല ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. എന്റെ അപ്പനാണ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായത്. ഇനി ഇഷ്ടപ്പെടാനുള്ള കാരണമാണ് അതിലും വലിയ കോമഡി. നിങ്ങൾക്ക് കുറെ സ്ഥലം ഉണ്ടല്ലോ. എന്റെ അപ്പനാണെങ്കിൽ പറമ്പ് കൃഷി എന്ന് പറഞ്ഞ ജീവനാണ്. എന്നിട്ട് അപ്പം പറയണേ, നീ ചെക്കനെ നോക്കണ്ട, അവന്റെ പറമ്പ് നോക്കിയാൽ മതിന്ന്. അങ്ങനെ തലയ്ക്ക് സൗകര്യം തരാണ്ടായപ്പോഴാണ് ഞാൻ സമ്മതിച്ചത്. ഹലോ ഇങ്ങോട്ട് നോക്ക്. വല്ലപ്പോഴും വെള്ളടിക്കുന്നതേ വലിയ കുഴപ്പമുള്ള കാര്യമൊന്നല്ല. ഇപ്പോഴത്തെ കാലത്ത് വെള്ളടിക്കാത്ത ഏതാണങ്ങളോ ഉള്ളത്? ഒരു വെള്ളടിക്കാത്ത മഹാ വന്നേക്കണ്. അയ്യയ്യേ.